വൈഭവ് സൂര്യവംശി 15 വയസ്സായിട്ടുള്ളൂ. ഇന്ത്യക്ക് വേണ്ടിയിട്ട് അരങ്ങേറ്റം, ഇന്ത്യൻ സീനിയർ ടീമിൽ അരങ്ങേറാൻ ഒരുങ്ങുന്നു. വരുന്ന പരമ്പരകൾക്കുള്ള ടീമിൽ വൈഭവ് സൂര്യവംശി ഉണ്ട്. എന്തായാലും 15 വയസ്സ്. ഇക്കഴിഞ്ഞ IPL ഏറ്റവും കൂടുതൽ റൺസ് നേടി. കിടിലം പെർഫോമൻസ്. അടിച്ചിട്ട് ബോളർമാരിൽ കുറേ ഉണ്ട് കേട്ടോ. ഹേസൽവുഡ് പെടും, ലോകത്തെ ബോളർമാരൊക്കെ പെടും. അങ്ങേർക്ക് അർഹിച്ച ഒരു അംഗീകാരം എന്ന് പറഞ്ഞ പോലെ സീനിയർ ടീമിലേക്ക് 15-ാം വയസ്സിൽ ഇടം കിട്ടി. ഞാൻ ടീമിൽ നിൽക്കും, ആര് പുറത്ത് പോകുന്നു കണ്ടറിയണം. ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സി ഭാരം കൂടിയതാണ്, അതെല്ലാവർക്കും അറിയാം. അല്ലാണ്ട് സാധാരണ ഒരു ജേഴ്സി പോലെ ഇടാൻ പറ്റില്ല ഇന്ത്യൻ ടീം ജേഴ്സി. ഇത്തിരി വെയിറ്റ് കൂടുതലാണ്. അതിൽ വല്ല സംശയം ഉണ്ട് വെച്ചാൽ സഞ്ജു സാംസണോട് ചോദിച്ചാൽ മതി. സഞ്ജു സാംസൺ കൃത്യമായിട്ട് അറിയാം ആ ഒരു ഇന്ത്യൻ ടീമിൻ്റെ ജേഴ്സിയുടെ വില അത്രയ്ക്ക് ഹെവിയാണത്. ഈ ഹെവിനെസ് ഈ 15-ാം വയസ്സിൽ വൈഭവ് സൂര്യവംശി എങ്ങനെ താങ്ങാൻ പറ്റും എന്നതിനനുസരിച്ചിരിക്കും വൈഭവ് സൂര്യവംശിയുടെ ഇന്ത്യൻ സീനിയർ ടീമിൽ തേരോട്ടം. പക്ഷേ എനിക്ക് തോന്നുന്നു കാം ആൻഡ് കൂൾ മൈൻഡഡ് ആണ് സൂര്യവംശി. വരുന്നു, അടിക്കുന്നു, പോകുന്നു, അത്രയേ ഉള്ളൂ സൂര്യവംശിയുടെ കണക്ക്. അല്ലാണ്ടൊരു ടെക്നിക്ക് എന്ന് പറഞ്ഞ പോലെയുള്ള സംഭവങ്ങളൊന്നും സൂര്യവംശയിൽ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഉദാഹരണമായിട്ടിരിക്കുകയാണ് വിരാട് കോഹ്ലിയുടെ അല്ലെങ്കിൽ സച്ചിൻ ടെണ്ടുൽക്കറുടെ ടെക്സ്റ്റ് ബുക്ക് ഷോട്ടുകളൊക്കെ. വിരാട് കോഹ്ലിയുടെ കവർ ഡ്രൈവ്, സച്ചിൻ്റെ സ്ട്രേറ്റ് ഡ്രൈവ്, അങ്ങനെയുള്ള ഒരു ടെക്നിക്കൽ ഏരിയാസിൽ അത്രയ്ക്ക് മികച്ച കളിക്കാരാണ് വൈഭവ് സൂര്യവംശി എന്ന് ഞാൻ പറയില്ല. പക്ഷെ ആളടിക്കും. ആളെന്നെ ഒരിക്കലും പണ്ട് തോന്നുന്നു ഞാൻ ബോളർമാരെ നോക്കാറില്ല, ബോളിനെ മാത്രം നോക്കാറില്ല, അതെന്തോ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ടോ. അതുപോലെ തന്നെയാണ് ആര് ബോൾ ചെയ്യുന്നത്, പ്രീമിയം പേസറാണോ, അങ്ങനെയൊന്നും ആൾക്കില്ല. ബോൾ വരുന്ന അടിക്കുന്നു. അതാണ് സൂര്യവംശിയുടെ ഒരു പ്രത്യേകത, ഒരു നയം അങ്ങനെയാണ്. ആർക്കും ബോളർമാർക്ക് അത്രയ്ക്ക് വിലയൊന്നും കൊടുക്കാറില്ല. ഇനി ഇന്ത്യൻ ജേഴ്സിയിലേക്ക് വരും, ഇന്ത്യൻ സീനിയർ ജേഴ്സിക്ക് വരുമ്പോൾ അതുപോലെ ഇന്ത്യയുടെ അണ്ടർ 19 അങ്ങനെയുള്ളതിലൊക്കെ ആളുടെ പ്രതിഭ കാണിച്ചിട്ടുണ്ട്. ഇനി സീനിയർ ടീമിലേക്ക് വരുമ്പോൾ ആളിങ്ങനെ അത് കളിക്കും എന്നുള്ള ലെവലിൽ നോക്കണം. എന്തായാലും അവസരം കിട്ടുന്നുള്ള കാര്യം എന്തായാലും ഉറപ്പാണ്. അപ്പോൾ സഞ്ജു പുറത്തിരിക്കുകയോ അഭിഷേക് പുറത്തിരിക്കുകയോ എന്നുള്ള കാര്യത്തിലൊക്കെ ഒരു വ്യക്തത വരാനുണ്ട്. അപ്പോൾ എന്തായാലും വെൽക്കം സൂര്യവംശി ടു ഇന്ത്യൻ സീനിയർ ടീം. എങ്ങനെ കളിക്കാം എന്നുള്ള ലെവലിലൊക്കെ എന്തായാലും സൂര്യവംശി ഒരു സ്റ്റഡി നടത്തുന്നത് അത്യാവശ്യമാണ്. ഇത് സാധാ കളിച്ച പോലെയല്ല, ഒരു ഹെവി ഡ്രസ്സാണ് ആൾ എടുത്തിടാൻ പോകുന്നത്. കളിച്ചില്ലെങ്കിൽ ഉള്ള ഹൈപ്പ് മുഴുവൻ തകർന്ന് തരിപ്പണമാവുന്ന ഒരു ഏരിയയാണ് ഇന്ത്യൻ സീനിയർ ടീം. അങ്ങനെ ഒരു കാര്യമുണ്ട്. അപ്പോൾ എന്തായാലും സൂര്യവംശി നയം വ്യക്തം നേരത്തെ പറഞ്ഞ പോലെ ബോൾ നോക്കുക, അടിക്കുക, കൊണ്ടു പോയാൽ പോയി, അങ്ങനെ അവസ്ഥയാണ് സൂര്യവംശി. എനിക്ക് സൂര്യവംശി ഇന്ത്യൻ ടീമിൽ എത്രത്തോളം ക്ലിക്ക് ആവുമെന്ന് എനിക്ക് സംശയമുണ്ട് കേട്ടോ. പേഴ്സണലി എനിക്ക് സംശയമുണ്ട്. IPL ക്ലിക്കായവരെല്ലാവരും ഇന്ത്യൻ ടീമിൽ ക്ലിക്ക് ആവണമെന്നില്ല. അപ്പോൾ സൂര്യവംശി പേഴ്സണലി എനിക്ക് ഇനി സമയമുണ്ട് സൂര്യവംശിക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ എന്ന് പറഞ്ഞാൽ മോശം കളിക്കാരനല്ല പറഞ്ഞത്, പക്ഷേ എനിക്ക് ഇന്ത്യൻ സീനിയർ ടീമിൽ സൂര്യവംശത്തോളം ഇമ്പ്രൂവ് ആവുമോ, ഇമ്പ്രൂവ് എന്നല്ല, നല്ലോണം കളിക്കുമോ, കൺസിസ്റ്റൻ്റ് ആയിട്ട് കളിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ എനിക്കൊരു സംശയമൊക്കെ ഉണ്ട്. എന്തായാലും പരീക്ഷണാർത്ഥം നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്.